ക്യാപ്ഷനൊക്കെ ആയിട്ട് വാഴ 2 കാണാൻ പോയ കുറച്ച് പെൺകുട്ടികളെ കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടു. ഞാൻ അവരോടൊക്കെ പറയുന്നത്, ഈ വാല് പറഞ്ഞത് കൊണ്ടൊന്നും ഇത്തരം പ്രവണതകളെ മാറ്റാൻ കഴിയില്ല. സ്വന്തം വീട്ടിൽ ദുപ്പറിഞ്ഞ പ്രശ്നമാണ് എന്ന് തോന്നുന്ന ഒരു പെൺകുട്ടിയും അവർ ചെയ്യുന്ന ഒരു തെറ്റുകളെ പരസ്യമാക്കാൻ ധൈര്യം കാണിക്കില്ല. പഠിച്ചോൻ എന്തായാലും പേടിയില്ല, അത് പോട്ടെ, പഠിച്ചോനെ പേടി പോട്ടെ. സ്വന്തം വീട്ടിൽ ഉപ്പ് ഇതറിഞ്ഞാൽ, എന്റെ ഉമ്മ അറിഞ്ഞാൽ, എനിക്ക് എന്റെ ഉപ്പാനെ പേടിയാണ്, അവരറിഞ്ഞത് മോശമാണ്, അവർ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, അവർ ചീത്ത പറയും എന്ന പേടി മക്കൾക്കുണ്ടെങ്കിൽ ആ മക്കള് സിനിമാ തിയേറ്ററിൽ പോകുന്ന റീലുകൾ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യോ? എന്നിട്ട് നിങ്ങൾ ഏത് ഉസ്താദന്മാരെ കുറ്റം പറയാം? ഏത് ഉസ്താദന്മാരോട് നിങ്ങൾ വാല് പറയാൻ പറയുന്നത്? എനിക്കിത് കുറെ ആളുകൾ അയച്ചു തന്നിട്ടുണ്ട് വാല് പറയണം. നമ്മൾ എന്തിനാ വാല് പറയുന്നത്? സ്വന്തം മാതാപിതാക്കൾക്ക് അത് പ്രശ്നമില്ലെങ്കിൽ മക്കള് സിനിമാ തിയേറ്ററിൽ പോകുന്നതും കാമുകന്മാരുടെ കൂടെ ലിവിങ് ടുഗദറിലൂടെ ജീവിക്കുന്നതൊന്നും മാതാവിനും പിതാവിനും പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മൾ വാല് പറഞ്ഞതുകൊണ്ട് എങ്ങനെയാ മാറ്റമുണ്ടാവുക? നമ്മളൊക്കെ കഴിവിന്റെ പരമാവധി കുറച്ചൊക്കെ തെറ്റു ചെയ്യാതെ ജീവിക്കുന്നത് പഠിച്ചോനെ പഠിച്ചിട്ടൊന്നുമില്ല, ഉപ്പാനുമാനെ പഠിച്ചിട്ടാണ്. അതിനാണ് ഈ കുടുംബ ബന്ധം നിലനിർത്തണമെന്ന് അള്ളാഹു പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും പഠിച്ചോനെ പേടിയുണ്ടാവും, എന്നാലും പലപ്പോഴും നമ്മൾ പല തെറ്റുകളിൽ നിന്നും പേടിച്ച് മാറി നിൽക്കുന്നത് ഉപ്പ ഉമ്മ അറിഞ്ഞാലോ എന്ന പേടിയാണ്. ആ പേടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെന്ന്. സിലത്തുർ റഹീം, കുടുംബ ബന്ധം ചേർക്കണം. കുടുംബ ബന്ധം ചേർത്തവർ